നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായാണ് ഇന്നത്തെ വീഡിയോ. വാർഷിക മസ്റ്ററിംഗ്, അർഹത പരിശോധന, സർക്കാർ പരിശോധിക്കുന്ന മാനദണ്ഡങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ചെറിയൊരു അശ്രദ്ധ പോലും പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കാം, വാർഷിക മസ്റ്ററിംഗ് എന്താണെന്ന്. വാർഷിക മസ്റ്ററിംഗ് എന്നത് സർക്കാർ ഓരോ വർഷവും നടത്തുന്ന സാധാരണ പരിശോധനയാണ്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവനോടെയുണ്ടോ, ഇപ്പോഴും അർഹതയുള്ള ആളാണോ എന്നത് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണിത്. ഇത് എല്ലാ ഗുണഭോക്താക്കളെയും സംശയിക്കുന്ന നടപടിയല്ല. യഥാർത്ഥ അർഹരായവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാനുള്ള പതിവ് പരിശോധന മാത്രമാണ് ഇത്. ഇനി 2026 മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ നിശ്ചയിച്ച അവസാന തീയതി സെപ്റ്റംബർ 30 എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ കഴിയുന്നത്ര വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അവസാന ദിവസങ്ങളിലേക്ക് തിരക്ക്, അതുപോലെ സാങ്കേതിക തടസ്സങ്ങൾ, സർവർ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ ചെയ്യുന്നത് സുരക്ഷിതമായ രീതിയാണ്. നിങ്ങളുടെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. സാധാരണയായി ആവശ്യം വരുന്നത് ആധാർ കാർഡും പെൻഷൻ വിവരങ്ങൾ അത് ആവശ്യമാണെങ്കിൽ മാത്രമാണ്. അക്ഷയ കേന്ദ്രത്തിൽ ജീവനക്കാർ ബയോമെട്രിക് പരിശോധന നടത്തി നടപടിക്രമം പൂർത്തിയാക്കും. വിരലടയാളം വ്യക്തമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഐറിസ് പരിശോധന ഉപയോഗിക്കാം. ഇനി വീട്ടിലെത്തിയും നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കിടപ്പ് രോഗികളോ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര ചെയ്യാൻ കഴിയാത്തവരോ ഉണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിൽ വീട്ടിലെത്തി സേവനം ലഭ്യമാക്കുന്ന സംവിധാനവും ഉണ്ടായേക്കാം. ഇതിന് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ അക്ഷയ കേന്ദ്രങ്ങളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ ചോദിച്ചറിയുന്നത് നല്ലതാണ്. 2026 ആദ്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ച ചില ഗുണഭോക്താക്കൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗിൽ നിന്ന് ഒഴിവുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ വ്യക്തിഗത നില സംബന്ധിച്ച അന്തിമ വിവരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉറപ്പാക്കുന്നത് ഏറ്റവും സുരക്ഷിതമാണ്. മസ്റ്ററിംഗ് മാത്രമല്ല, അർഹത സംബന്ധിച്ച പരിശോധനകളും സർക്കാർ നടത്താറുണ്ട്. ഇതിന്റെ ലക്ഷ്യം അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യം കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം വീടാണ്. വീട്ടിന്റെ സ്വഭാവം, വലിപ്പം, സാമ്പത്തിക സ്ഥിതി, അതുപോലെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിക്കാം. വലിയ വീടാണെന്ന കാര്യത്തിൽ മാത്രം ഒരാൾക്ക് അയോഗ്യരാകുമെന്ന് കരുതേണ്ടതില്ല. എന്നാൽ നിലവിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് പരിശോധന വരുന്നത്. മൂന്നാമത്തെ കാര്യമാണ് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുമ്പോൾ ചില സൗകര്യങ്ങളും പരിശോധിക്കാം. ഇത് ഓരോ കേസിലും ഒരുപോലെ ബാധകമാകണമെന്നില്ല. അധികാരികൾ ലഭിക്കുന്ന രേഖകൾ നിയമങ്ങളും അനുസരിച്ച് തീരുമാനമെടുക്കും. ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചമാണെങ്കിൽ ഒരുപക്ഷെ ആഡംബരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ പെൻഷൻ മുടങ്ങിയേക്കാം. ഇനി മൂന്നാമത്തെ കാര്യം ഭൂമിയാണ്. ഗുണഭോക്താവിന്റെ പേരിലുള്ള ഭൂമിയും അളവും രേഖകളും പരിശോധിക്കപ്പെടാം. ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം വാഹനമാണ്. ചില സാഹചര്യങ്ങളിൽ വാഹന ഉടമസ്ഥതയും പരിശോധനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന വിവരങ്ങൾ വിവിധ സർക്കാർ രേഖകളുമായി താരതമ്യം ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്, കുടുംബ വരുമാനം, മറ്റ് രേഖകൾ എന്നിവയിൽ വൈവിധ്യമുണ്ടോ എന്ന് പരിശോധിക്കും. അപേക്ഷയിൽ നൽകിയ വിവരങ്ങളും നിലവിലെ സാഹചര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ വിശദീകരണം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റായ വിവരങ്ങൾ നൽകരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപേക്ഷ നൽകുമ്പോൾ പരിശോധനാ സമയത്തോ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകരുത്. തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുകയോ വ്യാജ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുകയും അർഹത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എപ്പോഴും യഥാർത്ഥ വിവരങ്ങൾ മാത്രം നൽകുക. ഫീൽഡ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാൽ സഹകരിക്കുക. ആവശ്യമെങ്കിൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമി സംബന്ധിച്ച രേഖകൾ, മറ്റ് ആവശ്യമായ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് പരിശോധനയിൽ വേഗമായി പൂർത്തിയാക്കാൻ സഹായിക്കും. ഇനി എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മസ്റ്ററിംഗ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലെത്തി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രാവലിംഗ് ചാർജ് കൂടി ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.